നമസ്കാരം. മുൻ എം.എൽ.എ. രാഹുൽ മാങ്കുട്ടത്തിൽ തുടങ്ങിവെച്ച വികസന കുതിപ്പിന് വേഗത കൂട്ടുവാൻ പുതിയ എം.എൽ.എ. രമേശ് പിഷാരടി റെഡി. സിനിമയ്ക്കും സ്റ്റേജ് ഷോകൾക്കും കംപ്ലീറ്റ് ബ്രേക്ക് ഇട്ട പൂർണ്ണസമയ രാഷ്ട്രീയക്കാരനായി പിഷാരടി പാലക്കാട് ഓഫീസ് തുറക്കുമ്പോൾ മണ്ഡലം കാത്തിരിക്കുന്നത് വമ്പൻ പ്രോജക്ടുകളാണ്. രാഹുൽ മാങ്കുട്ടത്തിൽ നൽകിയ മികച്ച തുടർച്ചയ്ക്ക് മേൽ പാലക്കാടിനെ ഒരു മഹാനഗരമാക്കുവാനാണ് പുതിയ നീക്കം. എം.എൽ.എ. എന്ന നിലയിൽ ജനങ്ങൾക്ക് 100% സേവനം ഉറപ്പാക്കാൻ തന്റെ കരിയർ പോലും മാറ്റിവെക്കുകയാണ് താരം. ഈ കാലയളവിൽ സിനിമകളും സ്റ്റേജ് പ്രോഗ്രാമുകളും പൂർണ്ണമായും ഒഴിവാക്കുവാനാണ് പിഷാരടിയുടെ തീരുമാനം. പാലക്കാട് നഗരത്തിൽ എം.എൽ.എ. ഓഫീസ് ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിൽ നിന്ന് 2 മന്ത്രിമാരുള്ളത് പാലക്കാടിന് വലിയ നേട്ടമാകുമെന്നും മന്ത്രി കെ.എ. തുളസിയുടെ പിന്തുണ വലിയ പ്രതീക്ഷ നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. വികസനത്തിൽ പിഷാരടിയുടെ ആദ്യ ഫോക്കസ് ആരോഗ്യം, വിദ്യാഭ്യാസം, കൃഷി എന്നിവയിലാണ്. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളോടും കൂടി സുസജ്ജമാക്കും. ജില്ലാ ആശുപത്രിയുടെ നിർമ്മാണ പ്രവൃത്തികൾ അതിവേഗം പൂർത്തിയാക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് കർഷകർ ഏറ്റവും കൂടുതൽ പരാതി പറഞ്ഞ നെല്ല് സംഭരണ വിഷയത്തിൽ കൃത്യമായി പരിഹാരം കാണും. നെല്ല് സംഭരണത്തിനായി ബജറ്റിൽ തന്നെ പ്രത്യേക തുക വകയിരുത്തുന്നതിനുള്ള ശക്തമായ ഇടപെടലുകൾ നടത്തുമെന്നും എം.എൽ.എ. ഉറപ്പു നൽകുന്നു. എന്നാൽ ഇതുകൊണ്ടൊന്നും തീർന്നില്ല. പാലക്കാടിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള സിറ്റി ഹബ്ബാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കാടിന്റെ മുഖച്ഛായ മാറും. നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ പുതിയ ബൈപ്പാസ് റോഡുകൾക്ക് ഊന്നൽ നൽകും. ഗ്രാമങ്ങളെയും നഗരത്തെയും ഒരേപോലെ വളർത്തുന്ന നഗരാസൂത്രണമാണ് ലക്ഷ്യം. മാത്രമല്ല, കാശില്ലാത്തതിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ ബിസിനസ് ആശയങ്ങൾ മുടങ്ങില്ല. സ്റ്റാർട്ടപ്പുകൾക്ക് സർക്കാർ ഫണ്ട് മാത്രമല്ല മറ്റ് സംവിധാനങ്ങൾ വഴിയും വലിയ തോതിൽ മൂലധനം എത്തിക്കുവാൻ പിഷാരടി മുൻകൈയെടുക്കും. സാധാരണക്കാർക്കായി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലും കുറഞ്ഞ നിരക്കിൽ ആഘോഷങ്ങൾ നടത്താൻ ഓഡിറ്റോറിയങ്ങളും നിർമ്മിക്കും. ചുരുക്കത്തിൽ വെറുമൊരു എം.എൽ.എ. ആയിട്ടല്ല, പാലക്കാടിനെ ഒരു മഹാനഗരമാക്കാനുള്ള മാസ്റ്റർ പ്ലാനുമായാണ് രമേശ് പിഷാരടിയുടെ വരവ്. സിനിമയിലെ ചിരി ഇനി പാലക്കാടുകാരുടെ മുഖത്ത് വിരിയിക്കുവാനാണ് അദ്ദേഹത്തിന്റെ ശ്രമം. പാലക്കാട്ടുകാരുടെ ദീർഘകാല സ്വപ്നമായിരുന്ന ബംഗളൂരുവിലേക്കുള്ള ആദ്യ നേരിട്ടുള്ള KSRTC AC ബസ് സർവീസ് യാഥാർത്ഥ്യമാക്കിയത് രാഹുൽ മാങ്കുട്ടത്തിൽ എം.എൽ.എയുടെ വലിയൊരു നേട്ടമായിരുന്നു. ഇതുകൂടാതെ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയൊരു തുക അദ്ദേഹം മണ്ഡലത്തിനായി അനുവദിച്ചിരുന്നു. പാലക്കാട് മെഡിക്കൽ കോളേജ് സിന്തറ്റിക് ട്രാക്കിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിനായി വികസന ഫണ്ട് അനുവദിച്ചതും വടക്കന്തറ ഗവൺമെന്റ് UP സ്കൂളിൽ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഓഡിറ്റോറിയം നിർമ്മിക്കാൻ തുക വകയിരുത്തിയതുമെല്ലാം രാഹുലിന്റെ വികസന റെക്കോർഡുകളാണ്. മുൻഗാമികൾ കാട്ടിയ ഈ വികസന വഴിയിലൂടെ പാലക്കാടിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കുവാനാണ് രമേശ് പിഷാരടി ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. രാഹുൽ ഫണ്ട് അനുവദിച്ച പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ജില്ലാ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി സുസജ്ജമാക്കുമെന്നും ജില്ലാ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തികൾ അതിവേഗം പൂർത്തിയാക്കുമെന്നും പിഷാരടി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കൊച്ചി ബംഗളൂരു വ്യവസായ ഇടനാഴി യാഥാർത്ഥ്യമാകുന്നതോടെ പാലക്കാടിനെ മുഖച്ഛായ മാറ്റുകയാണ് അടുത്ത ലക്ഷ്യം. നഗരത്തിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുവാൻ പുതിയ ബൈപ്പാസ് റോഡുകൾക്ക് ഊന്നൽ നൽകും. ഗ്രാമങ്ങളെയും നഗരത്തെയും ഒരേപോലെ വളർത്തുന്ന രീതിയിൽ ഒരു സിറ്റി ഹബ്ബ് നഗരാസൂത്രണമാണ് പിഷാരടി വിഭാവനം ചെയ്യുന്നത്. ഒപ്പം മികച്ച ആശയങ്ങളുള്ള ചെറുപ്പക്കാർക്ക് സ്റ്റാർട്ടപ്പ് ഫണ്ടിങ്ങിനായി സ്വകാര്യ ബാഹ്യ സംവിധാനങ്ങൾ വഴി മൂലധനവും ഉറപ്പാക്കും. ചുരുക്കത്തിൽ, മുൻപ് രാഹുൽ മാങ്കുട്ടത്തിൽ അടിത്തറയിട്ട വികസനങ്ങൾക്ക് മേൽ പാലക്കാടിനെ ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള നഗരമാക്കാനുള്ള മാസ്റ്റർ പ്ലാനുമായാണ് രമേശ് പിഷാരടിയുടെ വരവ്.